ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. വെൽക്കം ടു നിഷൂസ് വേൾഡ്. ഞാൻ നിഷാദ്. ഞാൻ നിങ്ങളെ ഇന്ന് കൊണ്ടുപോകുന്നത് ബഹ്റിനിലെ ഒരു ഫോറസ്റ്റിലേക്കാണ്. അതായത് കർക്കാക്കൻ ഫോറസ്റ്റ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു ഹരിതവർണ്ണം ചാർത്തിയ പ്രദേശം. അതും കോൺക്രീറ്റ് സിറ്റിയിൽ നിന്ന് മാറിക്കിടക്കുന്ന ഒരു ഭൂപ്രദേശം. ഈ സ്ഥലം ശരിക്കും ബഹ്റിൻ മലയാളികൾക്കിടയിൽ ഫേമസും തികച്ചും കേരളീയം തുളുമ്പുന്ന ഒരു ഏരിയ കൂടിയാണ്. സുമതി വളവെന്ന് എന്നാണ് അവരിതിന് നാമകരണം ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയ ഇടുങ്ങിയ റോഡ്, അതും ചെറിയ മണലാൽ ചുറ്റപ്പെട്ടത്. അതിൻ്റെ ഇരുവശത്തും മേലാപ്പ് പോലെ മരനിരകൾ. ഏകദേശം 1 കിലോമീറ്ററോളം ഇങ്ങനെ മരങ്ങൾ നമുക്ക് ചുറ്റിലുമായി ആവരണം ചെയ്തിരിക്കുന്നത്. അതിന് നടുവിലൂടെ നമ്മുടെ വാഹനം ഓടിക്കുമ്പോൾ ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് കേട്ടോ. ചെറിയ ഒരു കനാലുണ്ട് ഈ മരങ്ങൾക്കിടയിൽ, പക്ഷെ അതത്ര നീറ്റല്ല. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നിരവധി ചെറിയ പക്ഷികളുടെയും അതുപോലെ പല സ്പീഷീസുകളുടെയും കിളിനാദങ്ങൾ കേട്ടാൽ നമ്മുടെ കൊച്ചു കേരളം നമുക്ക് ഓർമ്മ വരും. ഇതിൻ്റെ ഡെഡ് എൻഡ് എന്ന് പറയുന്നത് വളരെ മനോഹരമായ ബീച്ചാണ്. നാട്ടിലെ പാതയോരത്തുകൂടി നടക്കുന്ന ഒരു അനുഭവം. അധികം ആരും അറിയപ്പെടാതെ കിടന്ന ഈ സ്ഥലം സമൂഹ മാധ്യമങ്ങളിൽ കൂടിയാണ് ശ്രദ്ധ ആകർഷിച്ചത്. വളഞ്ഞു പിടഞ്ഞ് കിടക്കുന്ന ഈ പ്രദേശത്തൂടെ സഞ്ചരിച്ച് കടൽ തീരത്തെ സൂര്യാസ്തമയ കാഴ്ചകൾ കാണുവാനും വിശ്രമിക്കുവാനും നിരവധി പേരാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ കൂടുതൽ പേരും ഇത് നടന്നു തന്നെ കാണുവാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം നല്ല തണുപ്പാണ്. അതുപോലെ നമ്മുടെ ഒരു കേരളത്തിലെ സ്ട്രീറ്റിൽ കൂടെ നടക്കുന്ന ഒരു ഫീലിങ്സുമാണ് കേട്ടോ. ഈ സ്ഥലം സന്ദർശിക്കാൻ അങ്ങനെ പ്രത്യേകിച്ച് ടൈമൊന്നുമില്ല. കാരണം ഇവിടെ ഒരു എൻട്രി ഫീസും ഇല്ല. നവംബർ മുതൽ ജനുവരി വരെയാണ് ഇതിൻ്റെ പീക്ക് ടൈം. അതുപോലെ നിരവധി മരങ്ങളാൽ ചുറ്റപ്പെട്ടതിനാൽ ഏത് കാലാവസ്ഥയ്ക്കും നല്ല തണലുണ്ടാകുന്നു. വൈകുന്നേരം 4 മുതൽ 6 വരെ ആയിരിക്കും അപ്രോക്സിമേറ്റ് ടൈം. ഇനി എന്തുകൊണ്ട് സുമതി വളവ് എന്ന് ഇതിന് പേര് വന്നു? നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു സുമതി എന്നൊരു സ്ത്രീ മരണപ്പെട്ടതിൻ്റെ ഓർമ്മയ്ക്ക് അവരുടെ പ്രസൻസ് ഇപ്പോഴും ചിലർക്ക് ഫീൽ ചെയ്യുന്നതായി റിപ്പോർട്ടുണ്ട്. ഈ മനോഹര പ്രദേശം അതിനെ റിസംബിൾ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ മലയാളികൾ ഒരാൾ ആണ് ഇതിന് സുമതി വളവെന്ന് പേരിട്ടിരിക്കുന്നത്. ഇതിൻ്റെ കഥ പതിയെ ഞാൻ പറയുന്നതായിരിക്കും. പകൽ സമയത്തേക്കാൾ രാത്രികാലമാണ് സഞ്ചാരികൾ ഇവിടെ ഇഷ്ടപ്പെടുന്നത്. അതിനൊരു പ്രത്യേക കാരണം കൂടിയുണ്ട്. ഈ വഴികളിൽ ഒരു ഭീതിജനകമായി തീരുന്നതും രാത്രികാലങ്ങളിൽ തന്നെ. ശരിക്കും ഈ ഭൂപ്രകൃതി പറ്റുന്ന വിധത്തിലൊക്കെ ഞങ്ങൾ ആസ്വദിച്ചു. പിന്നെ എത്ര ധൈര്യമുള്ളവരായാലും രാത്രിയായി കഴിയുമ്പോൾ ഒന്ന് പേടിക്കും, ഇവിടെ കൂടെ ഒന്ന് ഒറ്റയ്ക്ക് സഞ്ചരിക്കുമ്പോൾ.
ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം. തിരുവനന്തപുരം ജില്ലയിലെ പാലോട് മൈലമൂട് എന്ന മലയോര പ്രദേശത്ത് ഒരു വളവാണ് ഈ സുമതി വളവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. നിരവധി ഊഹാപോഹങ്ങൾ ഇതിനെ സംബന്ധിച്ചുണ്ട്. 1953 ജനുവരി 27 ശനിയാഴ്ച സുമതി എന്ന യുവതി അവിടെ വെച്ച് മരണപ്പെടുന്നു. ഒരു അരിക്കച്ചവടക്കാരൻ്റെ മകളായിരുന്നു ഈ സുമതി. ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട ആയതിനാൽ താണു മുതലാളി എന്നൊരു ധനികൻ അവരുടെ അയൽപ്പക്കത്ത് ഉണ്ടായിരുന്നു. അയാളുടെ വീട്ടിലാണ് ഈ സുമതിയും അമ്മയും ജോലി ചെയ്തിരുന്നത്. ഈ താണുപിള്ളയുടെ മകൻ രത്നാകരൻ ഈ സുമതിയുമായി പ്രണയത്തിലാവുന്നു. ഇത് മനസ്സിലാക്കിയ രത്നാകരൻ തൻ്റെ കൂട്ടുകാരനായ രവീന്ദ്രനെ കൂട്ടി അംബാസഡർ കാറിൽ സുമതിയെ കാട്ടിലേക്ക് കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തുന്നു. അപകടം മനസ്സിലാക്കിയ സുമതി കാറിൻ്റെ ഡോർ തുറന്ന് ചാടുന്നു. അംബാസഡർ കാർ നിർത്തി രവീന്ദ്രനും രത്നാകരനും അവളെ ആയുധം ഉപയോഗിച്ച് കഴുത്തറുത്തു കൊന്നു. നീണ്ട 15 വർഷത്തെ ജയിൽവാസം കഴിഞ്ഞ് ഇറങ്ങിയ ഇരുവരും സ്വാഭാവിക മരണത്തിന് കീഴടങ്ങുന്നു. പക്ഷേ നമ്മുടെ കഥാനായിക ഇപ്പോഴും ഈ സുമതി വളവിലുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. കാരണം ചില വാഹനങ്ങൾ ഈ വളവിലെത്തുമ്പോൾ തന്നെ എൻജിൻ തനിയെ ഓഫാകുന്നു. അതിന് നാട്ടുകാർ പറയുന്നത് ഇതൊരു കയറ്റം കൂടിയ വളവായതിനാൽ ഗിയർ മാറുന്ന പ്രശ്നം കൊണ്ടാവാം എന്നും. നോക്കൂ, അതിനെ റിസംബിൾ ചെയ്യുന്ന ഈ സുമതി വളവ് നമ്മുടെ ബെഹ്റിൻ ഒരു കാണാ കാഴ്ചയാണ് പലർക്കും. സോ ഇറ്റ്സ് എ മസ്റ്റ് വിസിറ്റ് പ്ലേസ് വെൻ വി ഗോ ടു ബെഹ്റിൻ. ഓക്കെ, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.